ഹലോ സുഹൃത്തുക്കളെ, MGMലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്പിൾ ഓരോ വർഷവും റിലീസ് ചെയ്യുന്ന ഫോണുകൾ വളരെയധികം ഉയർന്ന പ്രൈസ് ടാഗിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വില നിലവാരം കുറച്ചുകൂടി ഉയർന്ന ഒരു നിലയിലേക്ക് സെറ്റ് ചെയ്ത ഒരു മോഡലാണ് ആപ്പിളിൻ്റെ ഐഫോൺ 10. അപ്പോൾ ഈ ഐഫോൺ 10 എന്ന് പറയുന്ന മോഡൽ വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈൻ 2017 സെപ്റ്റംബറിലാണ് അവതരിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് 2018 സെപ്റ്റംബറിൽ അവതരിപ്പിച്ച 3 മോഡലുകളാണ് ആപ്പിളിൻ്റെ ഐഫോൺ 10R, 10s, 10s Max എന്നിവ. ഇതിൽ 10R എന്ന് പറയുന്ന മോഡൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡലായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, കൂടുതൽ ആളുകൾ വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ഈ ഒരു മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് ആപ്പിളിൻ്റെ ഐഫോൺ 10Rൻ്റെ പ്രൊഡക്റ്റ് റെഡ് വേരിയൻ്റ് ആണ്, 128GB. നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ബോക്സ് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഐഫോൺ ബ്രാൻഡിങ് അതുപോലെ തന്നെ ലോഗോ എല്ലാം കാണാൻ സാധിക്കും. ഇതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാം. 128GB ഇൻക്ലൂഡ്സ് ഐഫോൺ 10R ഇയർപോഡ്സ് വിത്ത് ലൈറ്റ്നിങ് കണക്ടർ, ലൈറ്റ്നിങ് ടു USB കേബിൾ ആൻഡ് USB പവർ അഡാപ്റ്റർ. Supports GSM, UMTS and LTE cellular technologies, Wi-Fi, Bluetooth, NFC and GPS. അതുപോലെ തന്നെ ഇവിടെ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, അതുപോലെ തന്നെ അസംബിൾഡ് ഇൻ ചൈന എന്ന് കൂടി എഴുതിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് റെഡ് വേരിയൻറ്റ്. നമുക്ക് സമയം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് എഴുതിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേപ്പേഴ്സാണ് ഫ്രണ്ടിൽ തന്നെ കാണുന്നത്. ഇതിൽ പ്രൊഡക്റ്റ് റെഡ് ലോഗോ കാണാം, റെഡ് കളർ പേപ്പറിൽ. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, വാറണ്ടി ഇൻഫർമേഷൻ, അതുപോലെ തന്നെ സിം ട്രേ ഇജക്ഷൻ ടൂള്, പിന്നെ ക്വിക്ക് സ്റ്റാർട്ടപ്പ് ഗൈഡ്, ഇതെല്ലാമാണ് കാണുന്നത്. ഫുൾ ബ്ലാക്ക് ഫ്രണ്ട് സ്ക്രീനാണ്, ഡിസ്പ്ലേ ഫുൾ ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ വശങ്ങളിലും ബാക്ക് സൈഡിലും ഫുൾ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നീട് ഈ ബോക്സിൽ കാണാൻ സാധിക്കുന്നത് ഒരു ചാർജറാണ്. ക്വിക്ക് ചാർജിങ് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ചാർജർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഇയർപോഡ് കാണാൻ സാധിക്കും. ഇതും ഒരു ലൈറ്റ്നിങ് കണക്ടറായിട്ടുള്ള ഇയർപോഡാണ്. അതുപോലെ തന്നെ ഒരു ലൈറ്റ്നിങ് ചാർജർ കേബിൾ കാണാം. ഇത്രയുമാണ് ഈ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഐഫോൺ 10R വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ്. ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഗ്ലാസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഐഫോൺ 8-ന് സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. സിംഗിൾ ക്യാമറയാണ് ബാക്ക് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്വാഡ് LED ഫ്ലാഷും കാണാൻ സാധിക്കും. ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 10-ന് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്.
അതുപോലെ തന്നെ ഫ്രെയിമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 7000 സീരീസ് എയറോസ്പേസ് ഗ്രേഡ് അനഡൈസ്ഡ് അലൂമിനിയമാണ്. ബാക്ക് സൈഡ് വളരെയധികം സ്ലിപ്പറി ആണ്. ഒരു നല്ല കേസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര സ്ലിപ്പറി ആയിട്ട് തോന്നുന്നില്ല. ഒരു ചെറിയ രീതിയിലുള്ളൊരു ഗ്രിപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ iPhone 10 രീതിയിൽ ഫേസ് ID കാണാൻ സാധിക്കും. അതുപോലെ 10s മാക്സും 10sനും ഇടയിലുള്ള ഒരു സൈസാണ്. ഇതിലൊരു സിം ട്രേ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ, അതുപോലെ തന്നെ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, അതുപോലെ തന്നെ ഒരു മ്യൂട്ട് സ്വിച്ച് എന്നിവയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിലൊരു ഫിസിക്കൽ സിം കൂടാതെ തന്നെ ഒരു eSIM ഫെസിലിറ്റി കൂടി അവൈലബിൾ ആണ്. iPhone XRൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ 1792/828 ആണ്. ഇതിൻ്റെ സൈസ് 6.1 ഇഞ്ച് ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു IPS LCD സ്ക്രീനാണ്. ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി 326 ppi ആണ്. മുൻവർഷങ്ങളിലെ മോഡലുകളായ 7, 8 എന്നിവയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം പിക്സൽ ഡെൻസിറ്റി തന്നെയാണ് ഈ മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ 19.5:9 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പിൻ ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് 12 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപ്പറേച്ചർ 1.8 ആണ്. ഇതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ് 26mm. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻ ക്യാമറയിൽ ഒരു 7 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപ്പറേച്ചർ 2.2 ആണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു ഫേസ് ID, അതായത് ഒരു IR ക്യാമറയും അതുപോലെ തന്നെ ഒരു ഡോട്ട് പ്രൊജക്ടറും ഉൾപ്പെടുന്നു. ഇതൊരു ട്രൂ ഡെപ്ത് ക്യാമറ ആയിട്ടാണ് ആപ്പിൾ പറയുന്നത്. ഈ പിൻഭാഗത്തുള്ള ക്യാമറ കൊണ്ടും അതുപോലെ മുൻഭാഗത്തുള്ള ക്യാമറ കൊണ്ടും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ആപ്പിളിൻ്റെ iPhone XRൻ്റെ ഇൻറ്റേർണൽ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 10s മാക്സ് എന്നിവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതേ പ്രോസസ്സർ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 7nm A12 Bionic ചിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്, ഒരു ഹെക്സാകോർ പ്രോസസ്സറും ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റും ഉൾപ്പെടുന്നു. ഈ ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ടാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന RAM 3GB ആണ്. മറ്റ് 2 മോഡലുകളെ അപേക്ഷിച്ചിട്ട് 1GB RAM കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിട്ടാണ് റിവ്യൂസ് എല്ലാം കാണിക്കുന്നത്. iPhone XRന് IP റേറ്റിംഗ് നൽകിയിരിക്കുന്നത് IP67 ആണ്. വാട്ടർ ഡെപ്ത് 1 മീറ്റർ താഴ്ചയിൽ 30 മിനിറ്റ് സമയത്തേക്കാണ്. 10sലും 10s മാക്സിലും ഇത് 2 മീറ്റർ താഴ്ചയിൽ 30 മിനിറ്റ് സമയത്തേക്കാണ്. അതായത് IP68 ആണ് റേറ്റിംഗ്. പക്ഷേ നോർമലായിട്ടുള്ള ഔട്ട്ഡോർ യൂസിന് IP67 ധാരാളമായിട്ടും മതിയാകും. ഇതിൽ ഫാസ്റ്റ് വയർലെസ് ചാർജിങ്ങിനുള്ള ഒരു ഫെസിലിറ്റി കൂടിയുണ്ട്, ഗ്ലാസ് പാക്ക് ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബാറ്ററി 2942 mAh ആണ്. വളരെ നല്ല രീതിയിലുള്ള ബാറ്ററി പെർഫോമൻസ് ആണ് റിവ്യൂസ് എല്ലാം കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, നോർമലായിട്ടുള്ള ഫിസിക്കൽ സിമ്മിനെ കൂടാതെ തന്നെ ഇതിൽ eSIM-നുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.